മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അലീനെ പോലും അറിയിക്കാതെ സർപ്രൈസ് ആയിട്ട് അവളെ കാണാനായിട്ട് രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രേസമ്മയും വരുന്നു. അലീനെ കണ്ടതും രേവതിക്കുട്ടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വൈജയന്തി മാത്രമല്ല, ബബിതയും രോഹിത്തും വീട്ടിലെ എല്ലാവരും ഉണ്ട്. അങ്ങനെ വൈജയന്തി ആണെങ്കിൽ അലീനയോടുള്ള ആ ഒരു മുറുമുറുപ്പ് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവരെ കേൾക്കത്തവണ്ണം ഓരോന്നും പറയുന്നുണ്ട്. കുറേ നാൾ കൊണ്ട് പോവാന്ന് പറയുന്നുണ്ട്. ഇതുവരെ നീ പോകുന്നില്ലേ, ശല്യം പോകുന്നുമില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടിട്ട് ഗ്രേസമ്മയും മാമച്ചനും ആകെ അങ്ങ് ഷോക്കാവുന്നുണ്ട്. അലീന നല്ലൊരു പെൺകുട്ടിയാണെന്നുള്ള കാര്യം അവർക്ക് രണ്ടാൾക്കും അറിയാം. മാത്രമല്ല, എന്ന് ഈ വീട്ടിൽ തുടരാൻ പറ്റത്തില്ല. അങ്ങനൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ വീടിനി നിൻ്റെയും കൂടിയാണ്. രേവതിക്കുട്ടി നിൽക്കുന്നത് പോലെ അലീനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് അനുവാദം മുന്നേ കൊടുത്തിരുന്നു. അതേപോലെ അവർ കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറായിട്ട് അലീനെ വിളിക്കുന്ന സമയത്ത് ബാലേന്ദ്രനോട് ചോദിക്കണമെന്ന് അലീന പറയുമ്പം വൈജയന്തി പറയുന്നു, അതിൻ്റെ ആവശ്യമില്ല. നിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയാണ്, അല്ലാതെ ബാലേന്ദ്രനല്ല. നീ പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ഇറങ്ങണം. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ബാലേന്ദ്രൻ മോളത്തെ നിലയിൽ നിന്ന് താഴോട്ട് പറയുന്നുണ്ട് ഗ്രേസമ്മയോടും മാമച്ചനോടും രേവതിക്കുട്ടിയോടും ആയിട്ട്, അലീനെ നിങ്ങളോടൊപ്പം പറഞ്ഞു വിടാൻ എനിക്ക് സമ്മതമല്ല. ഇവളിവിടെ ജോലിക്ക് തുടരുന്നത് എനിക്ക് സൗര്യക്കേടാന്ന് വൈജയന്തി പറയുമ്പോൾ ബാലേന്ദ്രൻ തമാശ രൂപത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ കൊല്ലപ്പള്ളിക്കാർ തീരുമാനിക്കുന്നത് പോലെയല്ല ബാലേന്ദ്രൻ്റെ തീരുമാനങ്ങൾ. എനിക്കിവളെ പറഞ്ഞയക്കാൻ ഇവളുടെ സമ്മതം മാത്രം മതിയെന്ന് വൈജയന്തി പറയുമ്പം ബാലേന്ദ്രൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതൊക്കെ കൈതക്കൽ മാളിക വീട്ടിൽ ചെന്നിട്ട് ആയാൽ മതി. അത് കേട്ട് വൈജയന്തി അങ്ങ് അയ്യടാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും ഗ്രേസമ്മയും മാമച്ചനും എന്ത് പറയണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലായിട്ട് അലീനയും ബാലേന്ദ്രനെയും മാറി മാറി നോക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രേവതിക്കുട്ടിക്കും വല്ലാത്ത വിഷമമാകുന്നു. അലീന ഏത് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിഷമം അവളെയും വല്ലാതെ അലട്ടുന്നുണ്ട്. ഇവിടെ അലീനയ്ക്കെതിരെ നീയോ നിൻ്റെ മക്കളോ ഒരു ചെറുവിരൽ അനക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങ് പോകുന്ന സമയത്ത് ഗ്രേസമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും പിന്നെ അധിക നേരം അവിടെ നിൽക്കുകയോ അവരുടെ സൽക്കാരം സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. പന്തികേടാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇനി കൂടുതൽ നേരം നിന്ന് അവരുടെ ടെൻഷൻ, അതായത് വൈജയന്തിയുടെയും ബബിതയുടെയും പിള്ളേരുടെയും ടെൻഷൻ കൂട്ടണ്ട എന്ന് കരുതി അവർ പുറത്തേക്ക് ഇറങ്ങുമ്പം വളരെ വിഷമത്തോടെ കണ്ണുകളോടെ അലീന അവരെ തന്നെ നോക്കി നിൽക്കുന്നു. അവരും ദയനീയമായി നിസ്സഹായതയോടെ അലീനെ നോക്കി നിൽക്കുന്നുണ്ട്. അതേസമയം കമല പറഞ്ഞ അറിവുകൾ വെച്ച് നമ്മുടെ മനുവിൻ്റെ അച്ഛൻ അലീനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്, ലീവ് എടുത്ത് നാട്ടിലേക്ക്. മനുവിന് ബാലേന്ദ്രനോടും അലീനയോടും ഒരല്പ സ്നേഹം ഉണ്ടെന്ന് മനസ്സിലാക്കി മനുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ലീവ് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ തന്നെ ആ പ്രശ്നത്തിൻ്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോഴും മനു തൻ്റെ തീരുമാനത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ല. ന്യായത്തിൻ്റെ ശരിയുടെ ഭാഗത്ത് ഞാൻ കൂടെ നിൽക്കുമെന്ന് മനു പറയുമ്പം അച്ഛൻ പറയുന്നുണ്ട്, അയാൾ എന്ത് തന്നെ പറഞ്ഞോട്ടെ, എന്ത് പറഞ്ഞാലും ആ പെൺകുട്ടി അവിടുന്ന് പറഞ്ഞു വിടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കട്ടായം തീരുമാനം എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അവസാനം ഒരു താക്കീത് പോലെ പറയുന്നുണ്ട്, നീ ആ പ്രശ്നത്തിൽ ഇടപെടണ്ട. അങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും മനുവിന് ഒരല്പം ടെൻഷൻ ആകുന്നുണ്ട്. മനുവിനോട് സ്നേഹവും ബഹുമാനവും ഉണ്ട്, പക്ഷേ അച്ഛനോടത് ബാലേന്ദ്രൻ കാണിക്കുമെന്ന് തോന്നില്ല പെരുമാറ്റത്തിൽ.